മത്തായി സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യം ഇവിടെ മൈക്ക് ഇവിടെ വായിച്ച് കേൾപ്പിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 33-ാമത് വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മതി. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു നിമിഷം കണ്ണ് കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ വായിച്ച വേദഭാഗത്തൂടെ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോയാൽ സ്തോത്രം. ഇതിനകത്ത് വന്ന ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർഭാഗത്തിരുന്ന് വഴിവക്കിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകിയാൽ സ്തോത്രം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവശക്തിയുടെ വെളിപ്പെടാൻ പോകിയാൽ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ തൊട്ടിരിക്കാലങ്ങ് വാഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 25-ൽ ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. 318 പ്രാവശ്യം യേശു മടങ്ങി വരുമെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം നസ്രയനായ യേശു തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. AD 2000 യേശു വന്നെന്നും 1965 വന്നേച്ച് പോയെന്നും 2010 ഏപ്രിൽ 13 വരുന്നെന്നും ഒക്കെ ചിലർ പറഞ്ഞു. ഇതൊന്നും ഈ പുസ്തകത്തിലില്ലാത്തതുകൊണ്ട് നടന്നില്ല. അപ്പം പിശാച് ഇങ്ങനെ അനേക കള്ളക്രിസ്തുക്കളെ എഴുന്നേൽപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ്. പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിളിച്ചു പറയുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വാസമുണ്ട്. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച എല്ലാ ദൈവമക്കളും കൈ താക്കരുത്, കൈ ഉയർത്തിപ്പിടിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ചാടി പുറത്തോട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ പറ, ദുഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കൈയൊന്നടിച്ചോ, വായം തുറന്ന് ശക്തിയോടെ അന്യഭാഷയോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. മൗനമായിരിക്കരുത്. എല്ലാവരും കരമടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ദുഷ്ടപിശാചേ, നിൻ്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ, വാ തുറക്ക് ശക്തിയോടെ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിവർത്തിക്കപ്പെടും. നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ശക്തിയോടെ പറ, യേശുവിൻ്റെ നാമത്തിൽ പറ, പിശാചേ, നിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. ഹല്ലേലൂയ. കൈയടിച്ചോ, ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. ഉച്ചഭാഷയോട് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തെ, ദൂരെ ദൂരെ വിദൂരതയിൽ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്ന സഹോദര, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുന്നു, ദുഷ്ടപിശാചിന്റെ പദ്ധതി പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കരങ്ങളടിച്ച് ശക്തിയോടെ അന്യഭോഷറിഖുനിയ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സഭയുടെ പ്രത്യാശയാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശാന്തമായി നിങ്ങളുടെ ഉള്ളിൽ പതിയണം, ദൂരെ കേൾക്കുന്നവർക്കും മനസ്സിലാകണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരും മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 96ഓളം അടയാളങ്ങൾ.
ഈ അടയാളങ്ങളെ ബൈബിൾ 4 തിരിക്കുന്നു. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദിയ ലക്ഷണങ്ങൾ. ഒന്നുകൂടെ പറയാം. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ. യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും? 4 ഒന്നിച്ച് പഠിച്ചാൽ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഇത് 4 രാത്രി പ്രസംഗിക്കേണ്ടതാണ്. ഇസ്രായേൽ ലോകത്തിൻ്റെ കടികാരം, ദിശ നോക്കി യന്ത്രം, അങ്ങോട്ട് നോക്കിയാൽ മതി എന്നാ നടക്കുന്നതെന്ന് അടിച്ച് നിരത്തുക. ആർക്കും തടയാൻ കഴിയുന്നില്ല. കേരളത്തിൻ്റെ പകുതിയോ അല്ലെ മുക്കാലോ ഉള്ളൊരു രാജ്യം ലോകങ്ങളെ വിറപ്പിക്കുക. കിടുകിട ആര് പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല. കാരണം ഈ പുസ്തകത്തിൽ അതിലെഴുതിക്കുന്ന അറിയാമോ? വേദപുസ്തകം സത്യപുസ്തകത്തിൽ എഴുതി എല്ലാം നിവർത്തിക്കപ്പെടണം. നിങ്ങൾക്ക് സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിനാ അധികം നോക്കുന്നത്? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ചില ആഴ്ച മുമ്പ് കുവൈറ്റിലായിരുന്നു. സത്യത്തിൽ ഈ അറബികളൊക്കെ ഗൾഫിൽ നിന്നല്ലേ വന്നത്, പോയി വാരി കൂട്ടുക എന്നാണ് പറയുന്നത്. സ്റ്റോറി ചെയ്തൊക്കെ എന്നാ സംഭവിക്കാൻ പോകുന്ന അറിയില്ല, എപ്പോൾ എന്നെ എവിടെ നടക്കുമെന്നും അറിയില്ല. മനസ്സിലായോ? എല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയും, ഭൂമി പൊടുപടെ പൊട്ടും, കിറുങ്ങും, മത്തനെ പോലെ ചാഞ്ചാടും, ഇതെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. അതിനു മുമ്പ് കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വന്ന ശബ്ദത്തിൽ ദൈവസഭ മാറ്റപ്പെടും. ഒന്ന് കൈ ഉയർത്തിയാട്ടെ ശക്തിയോട് സ്തോത്രം പറഞ്ഞ്. ഒരു വാക്യം എല്ലാം വായിക്കാൻ നേരമില്ല. 21 ലൂക്കോസ് വിശേഷം 21-ന്റെ 25-ാം വാക്യം വായിച്ചാട്ട്. ലൂക്കോസ് വിശേഷം 21-ന്റെ 25-ാം വാക്യം. ലൂക്കോസ് 21-ന്റെ 25 പെട്ടെന്ന്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമമുണ്ടാകും. ആ ഒറ്റ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞതാണ്. ഒറ്റ വാക്യത്തിൽ 2 അടയാളങ്ങളുണ്ട്. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ച പാസ്റ്റേ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമമുണ്ടാകും. ഇതൊക്കെ പണ്ട് ഇത് എഴുതി വെച്ചപ്പോഴും വായിച്ചപ്പോഴും ആർക്കും മനസ്സിലായില്ല. കടൽ ഇളകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും ശ്രദ്ധിച്ചു കേൾക്കണം. മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശ വർദ്ധിക്കും, ഭയം വർദ്ധിക്കും. നിരാശ വർദ്ധിച്ചിരിക്കുന്നു, ഭയം വർദ്ധിച്ചിരിക്കുന്നു, പരിഭ്രമം വർദ്ധിച്ചിരിക്കുന്നു. അത് കാണണമെങ്കിൽ ഈ വയനാട്ടിലെ ആ ഒലിച്ചിറങ്ങ ശേഷം ഭൂമിയുടെ ഒരു ഭാഗത്തും ഇങ്ങനെ പൊടുപുട ഒരു സൗണ്ടൊക്കെ കേട്ടു. എന്തോ ഒരു ഭീതിയാണ്, ഇറങ്ങി ഓടുകയായിരുന്നു. അവിടെ ഒരു പദമുണ്ട്, കടലിൻ്റെ മുഴക്കം ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാക്കും. വർഷങ്ങൾക്ക് മുമ്പ് കടലിളകിയ ആർക്കും പ്രശ്നമില്ല. എന്നാൽ ഇന്തോനേഷ്യയിലെ സുമത്ര എന്ന ദ്വീപിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. ആ ഭൂമികുലുക്കത്തോട് ചേർന്ന് സുനാമി എന്ന രാക്ഷസ തിരമാല ഉയർന്നു. ആ പ്രതിഭാസം നമ്മുടെ നൂറ്റാണ്ട് കണ്ടത് ആ ടൈമിലാണ്. കൊന്നത്തങ്ങിൻ്റെ വലിപ്പത്തോളവും കടലുയരും. അപ്പം കടലും കായലും ഒന്നിച്ചു കൊന്നത്തങ്ങിൻ്റെ വലിപ്പത്തോളം ഉയർന്നു. 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം ആളുകളെ കടലെടുത്തു. അന്നേരം അമേരിക്കക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ പട്ടണത്തിന് നേരെ വന്നു ഹരിക്കേൻ എന്നാ ആണ് പറഞ്ഞേ. നല്ല പെൺപിള്ളാരുടെ പേരൊക്കെ ആയിട്ട് കത്രീന എന്നും റീത്ത എന്നും ഒക്കെ എടുത്തോണ്ടങ്ങ് പോയി. അവർ പറഞ്ഞു ഞങ്ങൾ സേഫാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞിരുന്ന. കാറ്റടിച്ചപ്പോൾ ആരും പറഞ്ഞില്ല അടിക്കാൻ പോകുന്നെന്ന്. അടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അടിച്ചെന്ന്. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തരും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ദൈവം നിന്നെ പൊളിക്കാൻ തീരുമാനിച്ചാൽ ലോകത്ത് ആർക്കും നിന്നെ പണിയാൻ കഴിയില്ല. ദൈവം നിന്നെ ഇടിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ നിർത്താൻ കഴിയില്ല. എന്നാൽ മറുപരം പറയാം, ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പൊളിക്കാൻ കഴിയില്ല. കൈയടിച്ച് സ്തോത്രം പറ. അവൻ നമ്മെ പണിയും, അവൻ നമ്മെ നിർത്തും, ആർക്കും കുലുക്കാൻ കഴിയില്ല. അപ്പം അതിനുശേഷം ഭീതിയാ. എന്താ? കടലിളകിയ ഭയമാണ്. അതിനെന്നാ കാരണം നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ 1 പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്.
ലോകത്തിലെവിടെ കൃപയാൽ മലയാളികൾ ഏത് രാജ്യങ്ങളുണ്ട് അവിടെല്ലാം പോകാൻ ദൈവം എനിക്ക് അവസരം ഈ പുസ്തകം കൊണ്ട്. പക്ഷേ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്. നമ്മുടെ കൊച്ചു കേരളം എടുത്തേ, കന്യാകുമാരി എവിടാ? കടൽ തീരത്ത്. തിരുവനന്തപുരം സമുദ്രതീരത്ത്, കൊച്ചി കടൽ തീരത്ത്, ആലപ്പുഴ കടൽ തീരത്ത്, കൊല്ലം കടൽ തീരത്ത്, കോഴിക്കോട് കടൽ തീരത്ത്, മംഗലാപുരം കടൽ തീരത്ത്, ബോംബെ കടൽ തീരത്ത്, മദ്രാസ് കടൽ തീരത്ത്, കൽക്കട്ട, അങ്ങനെ വൻപെൺ നഗരങ്ങൾ. ഇനി അമേരിക്ക ന്യൂയോർക്ക് കടൽ തീരത്ത്, ഫ്ലോറിഡ കടൽ തീരത്ത്, വൻ പട്ടണങ്ങളെല്ലാം കടൽ തീരത്ത്. കുവൈറ്റ് കടലിൻ്റെ നടുവിൽ, സൗദി കടലിൻ്റെ നടുവിൽ, മസ്കറ്റ് കടലിൻ്റെ നടുവിൽ, ദോഹ കടലിൻ്റെ നടുവിൽ, UK കടലിൻ്റെ നടുവിൽ, അയർലൻഡ് കടലിൻ്റെ നടുവിൽ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം, ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. സ്വർഗത്തിലെ ദൈവം വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്തിനാ അതൊക്കെ കൂടുതൽ പറയണേ? ഞാൻ ഈ വൻ പട്ടണങ്ങളുടെ പോകുമ്പോൾ, കഴിഞ്ഞ വന്നിട്ട് ബോംബെയിലായിരുന്നു, ഈ വൻ പട്ടണങ്ങളുടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും, ആകാശം മുട്ടി നിൽക്കുന്നു. കുവൈറ്റിൽ നിന്ന് വന്ന പിറ്റേ ദിവസം എനിക്ക് ബാംഗ്ലൂർ പ്രസംഗിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഞാനവിടെയും പറഞ്ഞു, ഈ നിൽക്കുന്നതൊക്കെ റിക്ടർ സ്കെയിലിൽ 5.5, ഒരു കുലുക്കം മതി, ഒരു കുലുക്കം വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ. മനുഷ്യ, നിൻ്റെ വർഷങ്ങളുടെ പ്രയത്നം ഇല്ലാതാക്കാൻ ദൈവത്തിന് 2 സെക്കൻഡ് വേണ്ട. ഈ നാട്ടുകാരോട് പറയാ, ഒന്ന് കണ്ടുകൊണ്ടും അഹങ്കരിക്കരുത്, ദൈവത്തെ വെല്ലുവിളിക്കരുത്, നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. കൈയടിച്ച് ഹക്കിയോട് സ്തോത്രം പറ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് കണ്ടും പ്രശംസിപ്പാനില്ല സുഹൃത്തുക്കളെ. ദൈവത്തിന്റെ കരുണയാ. ഒരു സെക്കൻഡ് കുലുക്കിയാ തീർന്നു, എല്ലാം പോയി. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാവും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമുണ്ടാകും. ഗായപ്പവന് 2:6-7 വാക്യം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ സമുദ്രത്തെ ഇളക്കും. അടുത്ത വാക്യം, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പോൾ ഈ മനോഹര വസ്തു വരും മുമ്പ് ഒരു ഇളക്കം നടക്കണം. കരയിളകുന്നു, കടലിളകുന്നു, ആകാശമിളകുന്നു, മനുഷ്യനിളകുന്നു. ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ യേശു വരാറാ. ഈ വേദവസ്ഥ എവിടെ എടുത്താലും എത്ര ക്ലിയറാ പ്രവചനം. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചേ പാസ്റ്ററെ. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. 65-ന്റെ 7, 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഇതുമെല്ലാം ഒരുപോലെ ശമിപ്പിക്കാൻ വേണ്ടി ഒരുവനുണ്ട്. അടുത്ത വാക്യം, വായിച്ച പാസ്റ്ററെ. ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. എത്ര ക്ലിയർ ആ സങ്കീർത്തനത്തിലും ഉണ്ട് കർത്താവിന്റെ വരവ്. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഭൂസിമാവാസികളും ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. സ്നേഹിതരെ, ഈ ലോക ജനസമുദായ കടലിളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയിളകുന്നു, കടലിളകുന്നു, ഇംഗ്ലണ്ട് ഇളകുന്നു, ഇറ്റലി ഇളകുന്നു, ഫ്രാൻസ് ഇളകുന്നു, ജർമ്മനി ഇളകുന്നു, ഇന്ത്യ ഇളകുന്നു. മനുഷ്യൻ ഇളകുക. ഇവരുടെ ഇളക്കം നിർത്താൻ ഒരു ഭരണാധികാരിയെ കൊണ്ടും കഴിയില്ല. കാറ്റെ അടങ്ക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഇതിനെ ശാന്തമാക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവൻ ഇറങ്ങി വരും. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? അതുപോലെ ആര് ഭരിച്ചാലും ഇവിടെ നന്നാകില്ല. നാളെ റിസൾട്ട് വരാൻ പോവാ, ചാകുക പറയുന്ന ആളെന്ന്. ആര് ഭരിച്ചാലും റെഡിയാകില്ല. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാനിത് നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക. നീയും കയറിയിരുന്ന് ഭരി, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറി. ഇപ്പം എല്ലാം ശരിയായില്ലേ? ആയി. അവരുടെ കുഴപ്പമല്ല, അവരെല്ലാം നല്ല ആളുകളാണ്. പക്ഷെ അവരെ കൊണ്ടൊന്നും ഇത്, കാരണം കോരൻ ഇപ്പോഴും കുമ്പിള്ള കഞ്ഞി. നിങ്ങൾ അംഗീകരിക്കുക, എനിക്കത് പ്രശ്നമല്ല. സ്വാധീനതയും പിടിപാടുമുള്ളവനും തൻകാര്യവും സ്വജനപക്ഷപാതവും ഒക്കെയാണ്. അല്ലാത്തവൻ ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ ആരും പറയരുത് എനിക്കൊരവസരം കിട്ടിയായിരുന്നു ഞാനിത്, അവിടെ നീയും കയറിയിരുന്ന് ഭരിച്ചു.
അവസാനം നീയും പറയും എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്. അപ്പം ഭരിക്കാൻ അറിയുന്നിറങ്ങി വരും. നിങ്ങൾ സ്തോത്രമൊന്നും പറഞ്ഞു കേട്ടില്ല. എനിക്ക് ഈ മനസാന്തരപ്പെടാത്ത പെന്തക്കോസുകാരുടെ കാര്യം കേൾക്കുമ്പോഴാണ് കഷ്ടം. അവർ ഇന്നാരും വന്നാൽ രക്ഷയാണ്. നിന്നോടാര് പറഞ്ഞു? നാണമില്ലയോടാ? ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്കൊരു വാക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ പറയാം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ദൈവം അനുവദിക്കാതെ ഒരുത്തനും ഞങ്ങളെ തൊടാൻ കഴിയില്ല. ദൈവത്താൽ അധികാരമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. കാരണം ഇത് ടോട്ടൽ ലോസ്റ്റിൽ തള്ളിയിരിക്കുക. ഇതാരെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. കൈയടിച്ചേ. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. കൈയടിക്ക്. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. അത്യമൂതലായ സകല വൃക്ഷവും, അത്യമൂതലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകിൽ, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകിൽ. ഓ നാദത്തിൽ നാദം കേൾക്കാറായി, ഓ നാദത്തിൽ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. ഓ തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞുവാനിടും, ഭരണകൂടം മാറി മറിഞ്ഞുവാൻ. ഭരണാധികാരികൾ പൊടുന്ന നവ്വെ മാറിടും, ഭരണാധികാരികൾ പൊടുന്ന നവ്വെ മാറിടും. മരീച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. ഓ ശക്തിയോടെ ഭരണം കയ്യേൽക്കും. ഓ യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുനാഥൻ യേശുരാജൻ വേഗം വാനിൽ വാനിടും, യേശുരാജൻ വേഗം വാനിൽ വാനിടും. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, ഓ തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ജനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം, ഹല്ലേലൂയ. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഹല്ലേലൂയ. യേശു വരാറായെന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ. അവൻ വരാതെ
ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. 2ാം ക്ലാസ്സുകാരൻ CS മാത്യു ഒന്ന് അഭിഷക്തൻ കുറിച്ചിട്ട് പോയതാ. ഭരണകൂടം മാറി മറിഞ്ഞു വരും, ഭരണാധികാരികൾ പൊടുന്നനവെ മാറും, മരിച്ചുയർത്തവൻ ഭരണം കൈയേൽക്കും. സൂര്യചന്ദ്ര താരകാദി ഗോളങ്ങൾ സൂക്ഷ്മ ബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമമാറ്റം വരുന്നു. വേദപുസ്തകം ഇതുവരെ പറഞ്ഞ് നടന്നെങ്കിൽ ഇനിയുള്ളത് നടക്കും. വിശ്വസിക്കുന്ന ശക്തിയോട് സ്തോത്രം പറ. ആര് കയറിയാലും ഇവിടെ നന്നാകില്ല. നമുക്കാരോടും പക്ഷമില്ല. ഓട്ടൊക്കെ ചെയ്തു. നമ്മുടെ പക്ഷം യേശുവിനോടാണ്. അവൻ വരാതെ ഇവിടെ സമാധാനം വരില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും. ഞങ്ങളൊക്കെ ഇത് കണ്ട് മടുത്ത്, അനീതി കണ്ട് ദൈവമക്കൾക്ക് നീതി കിട്ടില്ല. ഞാനൊരു ഡിസ്ട്രിക്ട് പാസ്റ്ററൂടെ, നിങ്ങൾക്കറിയാം, പല സഭയിലും ഇടപെടേണ്ട അവസ്ഥയുണ്ട്. നമുക്കില്ല നീതി കേട്ടോ. ഞങ്ങളെല്ലാ പാർട്ടിക്കാരും കേൾക്ക പറയാം, ഒരു രാജാവ് നീതിയോടെ വാഴും. ഇന്നൂടെ കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറ. യേശു മടങ്ങി വരാറായി. അവിടെ എഴുതിയിരിക്കുന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. തെസ്സലോനിക്ക ലേഖനം പറഞ്ഞ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രികളാകും, വമ്പു പറയുന്നവരാകും. അവിടെ അന്ത്യകാലത്ത് ദുർഘട സമയം, പെർലസ് ടൈം, ഹാർഡ് ടൈം, ഡിഫിക്കൽട്ട് ടൈം, ഗ്രീവിയസ് ഡേയ്സ്, ദുഃഖകരമായ ദിവസങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, വാത്സല്യമില്ലാത്തവർ പെരുകും, കനിവറ്റവർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, നന്ദിയില്ലാത്തവർ. ഓരോ ദിവസവും സംഭവം നടന്ന് നമ്മളങ്ങ് മറക്കുക. മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു പെണ്ണുമ്പിള്ളെ ഇവിടുത്തെ കാര്യം കണ്ടില്ലേ, കൊല്ലം കൊണ്ടുപോയി വെട്ടി അങ്ങ് നുറുക്കുക. പിന്നെ ഇലന്തൂര് 3-4 ഒന്നിച്ച് വിട്ടിട്ട് കുറച്ച് മാംസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തിന്നു. എന്തുവാ വല്ലോ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യം, പ്രത്യേകിച്ച് സഹോദരിമാരെ കൊണ്ട് വല്ലോ ചെയ്യാൻ നോക്കുന്ന കാര്യമൊക്കെയാണോ? ഞാൻ അടുത്ത ദിവസവും നെയ്യാറ്റിൻകരയിലുണ്ട്, നമ്മുടെ കൺവെൻഷനുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം, ഷാരുവിൻ്റെ തൊട്ടടുത്താ. എന്താ അവിടെ ഒരു ഗ്രീഷ്മയോ ഞാൻ എന്തോത്തിലാണ് കൊടുത്തേ? ജ്യൂസ്. പിള്ളേരെ ജ്യൂസ് കുടിക്കാനൊന്നും നടക്കല്ലേ ചെറുപ്പക്കാരെ, കിട്ടുന്ന ജ്യൂസ് എല്ലാം മാറി അടിക്കരുത്. ഓ, എങ്ങനെയാ നോക്കുന്നത് ഈ ചെറുപ്പക്കാരികളൊക്കെ? കണ്ടില്ലേ ഒരു കൊച്ചവിടെ ചത്തു കണ്ടില്ലേ? ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, കനിമറ്റവർ. മറ്റതള്ളന്മാരൊക്കെ ചെയ്യുന്നതെന്ന് പറയണ്ട. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ദുഷ്ടത പെരുകി. 25 വർഷം മുമ്പ് ഞാൻ എഴുതിയ പുസ്തകമാണ് നോഹയുടെ കാലം. കൺമുമ്പിൽ നടക്കുക പലതും. മനുഷ്യൻ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, ദൂഷകന്മാരാകും, അഹങ്കാരികളാകും, ധാർഷ്ട്യക്കാർ, ഉഗ്രവാദികളാകും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടക്കുക. ഭയം വർദ്ധിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളെല്ലാം മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു അല്ലേ? ആയിരുന്നു. മനുഷ്യൻ എന്തോ ഒറ്റ തുമ്മൽ തുമ്മിയാൽ പേടിക്കുമായിരുന്നു അല്ലേ? അണ്ടനക്കം ഇല്ലല്ലോ ആയിരുന്നു. ആ കാലത്ത് നമ്മളെ കൊത്തി ശവടക്കണം, നമ്മൾ പോയല്ല അപ്പോൾ. അപ്പോൾ അതിനകത്ത് ഒരാളും ചുമച്ചു പോയാൽ ആ പുള്ളി നോട്ടപ്പുള്ളിയാണ്. എന്തിനാ മനുഷ്യന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സാധനം എന്തുവാ? പണം. സ്തോത്രകാഴ്ചയ്ക്ക് പോലും സ്പ്രേ അടിച്ചല്ലേ എഴുതി. എല്ലാം മാറിയെന്നൊന്നും ചിന്തിക്കണ്ട, വരാൻ പോവാ. ഭീകരമായത് പലതും സംഭവിക്കും. കർത്താവിൻ്റെ വരവെടുത്തു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ വേഗത്തിൽ നിർത്തേണ്ടിയിരിക്കുന്നു കൃത്യസമയത്ത്. ഈ കർത്താവിൻ്റെ വരവ്, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സംഭവം പറഞ്ഞ് നിർത്താം, എല്ലാം വിവരിക്കാൻ നേരമില്ലല്ലോ. ഈ വേദപുസ്തകം പറയുന്ന പലതും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഈ മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പം നോഹയ്ക്ക് വട്ടുപിടിച്ചെന്ന് അവൾ പറഞ്ഞു, ആളുകൾ പറഞ്ഞു. കാരണം മഴ പെയ്തിട്ടില്ലെന്ന്. അവ പറഞ്ഞു ജലപ്രളയം ഉണ്ടാവും. അവർ പറഞ്ഞു കിറുക്ക് പിടിച്ചെന്ന്. പക്ഷെ അവസാനം വെള്ളം പൊങ്ങി വെള്ളം കുടിച്ച് അത്തപ്പം മനസ്സിലായി. ഞാൻ പറയും, കണ്ടറിയാത്തവനൊക്കെ കൊണ്ടറിയും. സ്തോത്രം. ഇതുപോലെയാണ് കാഹളം ധ്വനിക്കുമെന്നും കുറച്ചൊരു ഉയർക്കുമെന്നും പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ പരിഹസിക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ഇവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഒന്നുകൂടെ നന്നായി എന്ന് കൈയടിച്ചേ, ശക്തിയോടെ ഉറക്കമൊക്കെ പോട്ടെ.
സ്തോത്രം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, വേദപുസ്തകം ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞാൽ എന്നും ശരിയാ, ഒരിക്കൽ തെറ്റെന്ന് പറഞ്ഞാൽ എന്നും തെറ്റാ. ഒന്നുകൂടെ പറയാം, വിശുദ്ധ ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഇത്ര ശക്തിയോടെ നിങ്ങൾക്ക് സ്തോത്രം പറയാൻ. ഒറ്റ ഉദാഹരണം പറഞ്ഞ് നീക്കൊണ്ട് പ്രാർത്ഥന നിർത്താം, നേരെ അതിനേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. കർത്താവിൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയാണ്. ഭൂലോകത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത വലിയ കഷ്ടകാലം ഉണ്ടാകും. അത് ഏതെങ്കിലും ടൈം സംഭവിക്കും. സഭ മാറ്റപ്പെട്ടാൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിലേക്ക് ലോകം നീങ്ങും. യാക്കോവിൻ്റെ കഷ്ടകാലം എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ മാനസാന്തരപ്പെടാനും ധ്യാനപ്പെടാനും നോക്കില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കേൾക്കൂ, 2 സാക്ഷികളിലൂടെ വരും. 2 സാക്ഷികൾ. 7-ാം വാക്യം മുതൽ വായിച്ചോ പാസ്റ്ററെ. വെളിപ്പാട് പുസ്തകം 11-7 മുതൽ വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, ശ്രദ്ധിച്ചോണം, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം വായിച്ചോ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അപ്പൊ ഈ ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചക്കാലത്ത് 2 സാക്ഷികളെ ഇവിടെ ഉള്ളൂ. എന്നാ വേദോസം പറയുന്നത് ആരൊക്കെയാ അവരെ? മോശയും ഏലിയാവും. ചിലർ ആനോക്കും ഏലിയാവും എന്ന് പറയും. എന്തായാലും 2 പേരേ ഉള്ളൂ. പക്ഷെ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ തങ്ങളുടെ, എല്ലാവരും ഒന്ന് പറ ദൈവമക്കളെ, സാക്ഷ്യം തികച്ച ശേഷം. ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ 2 അഭിഷക്തന്മാരെ ഇവിടെ ഉള്ളൂ. പക്ഷെ അവരുടെ സാക്ഷ്യം തികയ്ക്കും വരെ അവരെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. രാത്രി നമ്മുടെ ഉള്ളിൽ ഇത് കയറണം. നിന്റെ സാക്ഷ്യം തികയ്ക്കാതെ, നിന്നെക്കൊണ്ട് ദൈവം ചെയ്യേണ്ട ശുശ്രൂഷ തീർക്കാതെ നിന്നെ തൊടാൻ ദുഷ്ടന് അവകാശമില്ല. വായിച്ചോ. വായിച്ചോ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും. നിർത്തിയൊന്ന് വായിക്കണം. അവിടെ ശവം കിടക്കും. ഇവിടെ യെരൂശലേമിൽ കിടക്കും. അടുത്ത വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം. ആരുടെ ശവം? യെരൂശലേമിൽ കിടക്കുന്ന അഭിഷക്തന്മാരുടെ, പ്രവാചകരുടെ ഡെഡ് ബോഡി ആരൊക്കെ കാണും? വായിച്ചോ പാസ്റ്ററെ. സകല ഭാഷക്കാരും ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരെ അടക്കാൻ സമ്മതിക്കില്ല. അവർ നിമിത്തം അങ്ങോട്ട് ഇവിടെ സമ്മാനം കൊടുത്തു വിടും. 3.5 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ ശ്വാസം ഇവിടെ മേൽ വരും. ദൈവത്തിന് സാധിക്കും. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിങ്കൾ അവർ സ്വർഗത്തിലേക്ക് കയറി പോകും. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നറിയാമോ? വലിയ ഭൂമി കുലുക്കങ്ങൾ തുടങ്ങും. നഗരത്തിൽ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. സകല ഭാഷക്കാരും, സകല വംശക്കാരും, സകല ഗോത്രക്കാരും, സകല ജാതികളും അവിടെ ഡെഡ് ബോഡി കാണും. ആ ഡെഡ് ബോഡി യെരൂശലേമിൽ കിടക്കുന്ന 2 സാക്ഷികൾ ഡെഡ് ബോഡി കാണുമോ? ഉറക്കെ പറ, കാണുമോ? കാണും. ഇപ്പം പറയാം കാണുമെന്ന്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകവുമായി ഇറങ്ങിയപ്പോൾ നോ ഇൻ്റർനെറ്റ്, നോ വാട്സാപ്പ്, നോ മൊബൈൽ, നോ ലൈവ് ടി വി, നോ റേഡിയോ. അവർ പറഞ്ഞു യെരൂശലേമിൽ കിടക്കുന്ന ഭക്തന്മാർ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അവർ പറഞ്ഞു, ഏത് കോമ്പനാടാ എഴുതി വെച്ച? നാട്ടുകാർ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, സംഭവിക്കും. ഒന്ന് ശക്തിയോടെ കൈയടിച്ചോണ്ട് പറ, തമ്പുരാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോണ്ട് പറ, ഞങ്ങളുടെ ദൈവം പറഞ്ഞു, കാണും, കണ്ടിരിക്കും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നോ? ഇപ്പം വിശ്വസിക്കാൻ ദേ ലൈവായി കാണുക. ഇപ്പം അതുകൊണ്ടൊരു കൃപയുണ്ടായി. സ്റ്റേജിൽ നിന്ന് ഉറങ്ങി താഴെ വീഴുന്നത് ലൈവായി കാണും. അല്ല, ലൈവായി. ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ ഈ കുമ്പനാട് പടവലത്ത് പ്രസംഗിക്കുമ്പോൾ ജനം ഇളകി മറിയുമ്പോൾ ചെല്ലി ഇങ്ങനെ താഴോട്ട് പോകും. അതും ലൈവാണ്. ഇവിടൊക്കെ കാണുന്ന എത്രയോ ലക്ഷങ്ങളാണ്. പിന്നീട് ഇത് ഇപ്പോൾ ഏതാണ്ട് 15-20 വർഷം മുമ്പ് എങ്ങാണ്ട് ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചത്, 10-15 വർഷം മുമ്പ് പ്രസംഗിച്ചത് കട്ട് ചെയ്തിട്ട് 1.5 ലക്ഷം ആൾ കണ്ടേക്കുന്നു. അപ്പോൾ ഇത് തീരില്ല. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞ് ഉണ്ടോ? സാക്ഷിയാ.
അപ്പം നിങ്ങളെന്നെ നോക്കും, പെട്ടെന്ന് തീർക്കണമല്ലോ. ഈ പണ്ട് ടി വി ഇല്ല, റേഡിയോ ഇല്ല, അന്നും ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു, കാണും, ഞങ്ങളുടെ ദൈവം പറഞ്ഞു അങ്ങനെ സംഭവിക്കും. കഥ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അന്നവരെ ഭ്രാന്തന്മാരാക്കി, പൊട്ടന്മാരാക്കി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പം റേഡിയോ വന്നു, പിന്നെന്തോ വന്നു, ടി വി വന്നു. അതിനെ നോക്കിയിരുന്നോണം, പെട്ടെന്ന് നിർത്താം. ടി വി വന്നപ്പം നമ്മുടെ അച്ചായന്മാരെല്ലാം ടി വി വാങ്ങി. എന്തോ പറഞ്ഞാൽ വാങ്ങിയെന്നറിയാമോ? യെരുശലേമിൽ കിടക്കുന്ന ഭക്തന്മാരെ കാണാമെന്ന്. ഓണം വരാനും മൂല വേണ്ടേ? ഒരു മൂലം വേണ്ടല്ലേ? എന്തോ പറഞ്ഞാൽ വാങ്ങിയ? അപ്പം ഇവിടെ കിടക്കുക. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പം നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളെന്തിനാ ടി വി വാങ്ങി? കണ്ടോ, നമ്മളെന്തിനാ വാങ്ങിയേ? പ്രസംഗം. ഭീമോനച്ചനും സുരേഷ് ബാബുവും ബാബു ചെറിയാനും കെ സി ജോണും അങ്ങനെ ഒത്തിരി പ്രസംഗം കേൾക്കാം. നമുക്ക് പ്രസംഗം കേൾക്കാം. ഇപ്പം എന്താ കാണുന്നത്? വൈകുന്നേരം ആകുമ്പം ടി വിയും തുറന്നിട്ട് ഒരു ടവലും കൊണ്ടുവന്നു കരയാ. കണ്ണുനിരപ്പാ. വാങ്ങിച്ചെന്തിനാ? പ്രസംഗം കേൾക്കാൻ. എന്തിനൊരു കാരണം വേണ്ടേ? അതുകൊണ്ടിപ്പോൾ ഒരു ഗുണമുണ്ടായി. കുടുംബ പ്രാർത്ഥന ക്യാൻസൽഡ്. കണ്ണുനീർ പരമ്പര കാണുന്നതിനിടയിലാവും. പിന്നെ കിട്ടിയ കറണ്ട് കട്ട് ആകുമ്പോൾ വേണം പാടാന്ന് പറഞ്ഞൊരു സങ്കീർത്തനം വായിച്ച് തീർന്നു. ഈ നമ്മുടെ കൊച്ചുമോനൊക്കെ എൻ്റെ കൂടെ ഈ കല്യാണങ്ങൾക്ക് ഒത്തിരി കാണും. ഞങ്ങൾ വേറെ ലെവലിലേക്ക് ദൈവം കല്യാണ സൂക്ഷയൊക്കെ കൊണ്ടുപോവാം. നേരെ സന്ധ്യ ആകുമ്പം പിള്ളേരെ വിളിച്ചിരുത്തി പാട്ടുപാടുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. എല്ലാ വീട്, ക്രിസ്തീയ വീട്, അത് ബന്ധക്കോസനൊന്നുമില്ല. എന്തിനാ ഹിന്ദുക്കൾ പോലും നാമജപം ചെയ്യുമല്ലോ. ഇന്ന് എത്ര വീട്ടിലാണ് ഉള്ളത്? കുടുംബ പ്രാർത്ഥന എവിടെ ഉള്ളേ? സന്ധ്യാപ്രാർത്ഥന എവിടെ ഉള്ളേ? അത്താഴം തരാത്ത ദിവസം ഇല്ലായിരുന്നോ വീട്ടിൽ? ഇനി ഉണ്ടേ തന്നെ പിള്ളേരെവിടെ ഇരിക്കുന്നുണ്ടോ? ഈ പ്രഭാത പ്രാർത്ഥന രാവിലെ 5 മണിയാകുമ്പം അപ്പനും അമ്മയും പിള്ളേരെ തട്ടി ഉണർത്തി, കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ, അത്രയ്ക്ക് അറിയാന്നറിയട്ടെ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ ആരുന്നേ എൻ്റെ സങ്കടം അങ്ങു നഗ്നനായി ഞാൻ തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടും. ഇത്രയും ദൈവമക്കൾക്ക് ഈ പാട്ടറിയാമല്ലോ. രാവിലെ ഇരുത്തി മക്കളോട് പറഞ്ഞ ഇതാ, മക്കളെ ഇവിടെ ഒന്നുമില്ല കൊണ്ടുപോകാൻ, നഗ്നനായി വന്നു പോകും, നഗ്നനായി, പ്രശംസിക്കാനൊന്നുമില്ല. വേഴ്സ് വ്യൂവിൽ നല്ല നമ്മളിത് പഠിച്ചത്, സിയോൻ ഗീതാവിൽ നല്ല നിൻ്റെ അപ്പൻ പാടി അമ്മ പാടി കേട്ട് പഠിച്ചതാ. നിൻ്റെ തലമുറയ്ക്ക് പാട്ട് വല്ലതും അറിയാവോ? പോട്ടെ. അപ്പം പിന്നെ ടി വി യുഗം മാറി, ഇപ്പം ലൈവായി. അന്നൊക്കെ ലൈവ് എന്ന് പറഞ്ഞാൽ വലിയ OB1 കൊണ്ടിടണം. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം ഇവിടെ നമുക്ക് ലൈവാണ്, ഇവിടെ നിന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള ഈ സാധനം ഇതൊന്നും ഇല്ലെങ്കിലും ഇവിടെ അങ്ങോട്ട് തുറന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ലോകം മുഴുവനെത്തും. ലോകത്തിൻ്റെ 5 വൻകരയിലും ഓണങ്കേറാമൂലം നടക്കുന്ന കാര്യം പ്രിം 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 നിൻ്റെ പോക്കറ്റിൽ വന്ന് വീണുകൊണ്ടിരിക്കുക അല്ലേ? എവിടെ എന്ത് നടക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ നിൻ്റെ പോക്കറ്റിൽ വരിക. എന്തിനെ കാണിക്കുന്നറിയാമോ? യേശു വരാറായി. വേദോസം പറഞ്ഞു, യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി, ഭക്തന്മാരുടെ സാക്ഷികളുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അന്ന് ലോകം കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഏത് കോന്തനായത് എഴുതി വെച്ചെന്ന് ചോദിച്ചു. മന്ദബുദ്ധികളായത് പ്രസംഗിക്കുന്നു പറഞ്ഞു. ഇപ്പം സംഭവിച്ചോ? ലോകത്തിൻ്റെ ഏതും മൂലയിൽ നടക്കുന്ന കാര്യവും ക്ഷണനേരം കൊണ്ട് ലോകം മുഴുവൻ എത്താൻ കഴിയുമെങ്കിൽ യേശു മടങ്ങി വരാറായി. എത്ര പേർക്ക് കൈ ഉയർത്തിയ ശക്തിയോടെ സഹോദരൻ പറയും, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഏത് നിമിഷവും കർത്താവ് വരും. അവൻ കള്ളനെ പോലെ വരും. നിനയാത്ത നാഴികൾ വരും. ഏത് സമയത്ത് വരുമെന്നറിയാൽ ഉണർന്നിരിപ്പീൻ. കർത്താവിൻ്റെ ദിവസം ഏത് ദിവസം വരുന്ന ഉണർന്നിരിപ്പീൻ.
നിനയാത്ത നാഴിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധസ്ത്രീകൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഭ്രമിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത്, നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. ലോകം അസാധ്യം എന്ന് പറയുന്നത് ദൈവത്താൽ സാധ്യമാണ്. ഇത്രയൊക്കെ നടന്നെങ്കിൽ ഇനിയുള്ള നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരാ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം. യേശു വരാറായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ആകാശവും ഭൂമിയും കടലും കരയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളവനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിലൊരു പ്രധാന കാര്യം പറഞ്ഞ് നിർത്താം. അവിടെ മറ്റൊരു വിഷയം പ്രസംഗം ഞാൻ പറയുന്ന എന്താ പറഞ്ഞ് നമ്മൾ വായിച്ച കർത്താവ് താൻ പറഞ്ഞോ, പ്രധാന ദൈവദൂത സ്വർഗത്തിൽ നിന്നിറങ്ങി, ദൈവത്തിനെക്കാളും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേൻ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും എന്ന് പറഞ്ഞേ, എടുക്കപ്പെടും. ഉറക്കെന്ന് പറ. ഇങ്ങനെ പറഞ്ഞ് നാം എടുക്കപ്പെടും. നാം എടുക്കപ്പെടും. റാപ്ചർ, റാപ്പിയോ. കണ്ണടച്ച് തുറക്കുമ്പോൾ അപ്രത്യക്ഷമാവും ആളുകൾ. വേദോസം പറഞ്ഞൊക്കെ നടന്ന് ഇനി നടക്കും. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നമ്മെല്ലാവരും നിദ്ര കൊള്ളില്ല. കണ്ടോ, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും നാഴി വരുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിച്ചതിന് ഒരു നാളും മരിക്കില്ല. കണ്ടോ, കുറച്ച് പേര് മരിക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഇതാ പുനരുത്ഥാനം, റാപ്ചർ, റാപ്പിയോ. കണ്ണിമേക്കലടിയിൽ ചിലർ കാണാതെയാകും, തട്ടിക്കൊണ്ടു പോകും, റാഞ്ചിക്കൊണ്ടു പോകും, മേലോട്ട് വലിച്ചെടുക്കപ്പെടും. അമേരിക്കയിലൊക്കെ പ്രത്യാശയുള്ള ദൈവമക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷം അപ്രത്യക്ഷനാകാം. കാറിൻ്റെ പുറകിൽ വരുന്ന സൂക്ഷിച്ചു വേണം. എന്താ റാപ്ചർ? നിങ്ങളിതുവരെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു, അടുത്ത നിമിഷം കാഹളം ധ്വനിച്ചാൽ എൻ്റെ കയ്യിലെ മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും, നിങ്ങൾ കാണില്ല. ഇതിൻ്റെ മേളിൽ 20 നില കെട്ടിപ്പണിതാലും ഫും വന്ന് ഞാൻ പറക്കും. ഏത് നിമിഷം യേശു വരും. എടുക്കപ്പെടാൻ റെഡിയാണോ? പറക്കാൻ റെഡിയാണോ? എടുക്കപ്പെടുവോ? ഉറപ്പുണ്ടോ? ഞാനിത് കൺക്ലൂഷൻ ചെയ്യണമല്ലോ, അതിന് ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം ഇത് നിർത്തുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞ് നിർത്തുന്നു. ഇപ്പം കാഹളം ധ്വനിച്ചു. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 60% ആളുകൾ അങ്ങ് പോയി, അത്രയൊക്കെ പറയാം. ബാക്കി 40 ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? അതോ സ്വതന്ത്രം അല്ല, അച്ഛൻ സ്വതന്ത്രം പറഞ്ഞിട്ടില്ലേ, നമ്മൾ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ നിന്നാലോ? അപ്പം ബാക്കിയുള്ള 40% കൂടെ എന്നെ ഞോണ്ടിക്കൊല്ലും. ഞാനിതുവരെ എന്താ പ്രസംഗിച്ചേ? ഇതെല്ലാം പഠിക്കാൻ വേണ്ടി വരിക. എടുക്കപ്പെടും, നമ്മൾ കാണാതെയാകും. പണ്ട് ചോദിച്ചാൽ പ്രസംഗിച്ച പോലെയോ, കൺവെൻഷൻ വിളിച്ചാൽ വരത്തില്ല, വാട്സപ്പ് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. അദ്ദേഹം പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്താ ചാക്കോച്ചായ സഭായത്തിന് വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. വാട്സപ്പ് പ്രാർത്ഥനയ്ക്ക് വന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് വന്നു, വിശുദ്ധന്മാർ പോയി. ജംഗ്ഷനിൽ ചെന്നപ്പം എല്ലാവരും പോയല്ലോ, എന്താ അച്ചാൻ പറഞ്ഞേ? പോയില്ലെന്നേ ഉള്ളെന്ന്. കേട്ടോ, ചിരിക്കുന്നതോടൊപ്പം ചിന്തിക്കണം. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, ഇവരെ ഞാൻ പറയുന്നില്ല, ഞാൻ ഉദാഹരണം വേണേൽ പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ലേ തുടങ്ങി. ഇപ്പം നമ്മളൊരു 50 അംഗ ഗായക സംഘം വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കണക്കില്ലല്ലോ, ഞാൻ പൊതുവെ അങ്ങ് പറയാം കേട്ടോ. 50 അംഗ ചെറിയ സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ കൊട്ടാൻ. ഇപ്പം വിട്ടോ, 50 അംഗ ഗായക സംഘവും കുറച്ചുകൂടി ഇൻസ്ട്രുമെൻസും വെച്ച് കർത്താവിൻ്റെ കർത്താവൂതൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പം കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി. കൊട്ടിക്കൊണ്ടിരുന്നവർ അന്നേരം കൊട്ടിക്കൊണ്ട് നിന്നാലോ? നിന്നാലോ? തിരിച്ച് കൊട്ടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി. പാടിക്കൊണ്ടിരുന്നവർ അപ്പോഴും എന്താ പാടുന്നേ? നിന്നാലോ എന്ന് ചോദിച്ചേ. നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ കാഹളം ധ്വനിച്ചേ. അപ്പോഴും കുറച്ച് പേര് സ്റ്റേജിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ? ഇരിക്കും. 2 പേർക്കടക്കമേലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. റെഡിയാണോ പോകാൻ? കാഹളം ധ്വനിച്ച് എടുക്കുമെന്ന് ഉറപ്പുണ്ടോ?
ചുമ്മാതൊരു യോഗത്തിലൊന്ന് കയറി പോവല്ല നീ. ഇന്നും കർത്താവ് വന്ന പോകുന്ന ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചേ. 2 മരണം നിമിഷമുണ്ട്. നാളെ കാണാമെന്ന് പറഞ്ഞ പലരെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ കാണാമെന്ന് പറഞ്ഞ പലരെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എനി ടൈം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് പറഞ്ഞു, ഈ കാലയെ നിൽക്കുമ്പോഴേ ഉള്ള സകല അധികാരവും. 2 മിനിറ്റ് മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞേ? ഈ 2 കാലം നിൽക്കുമ്പോഴേ ഉള്ള സകല അധികാരവും. മറിഞ്ഞൊന്ന് വീണ് പോയാൽ എല്ലാ അധികാരവും പോയി. സെൻട്രൽ പാസ് സ്ഥാനവും പോയി, കൗൺസിൽ പ്രസിഡൻറ്റും പോയി, എല്ലാം പോയി. പിന്നെ നിനക്ക് വേണ്ടി കാര്യം നിശ്ചയിക്കുന്ന അടുത്ത് നിൽക്കുന്നവനാ. മൊബൈൽ വേറൊരുത്തുണ്ടെങ്കിലാവും. ഇതിലൊക്കെ കയറി ഇറങ്ങി വരാം ഞങ്ങളൊക്കെ, അല്ലേ? മൊബൈൽ പോവും. നീ എത്ര പേരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു? ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങോട്ട് ചെല്ലുമ്പം കാശടയ്ക്കാൻ ആളുണ്ടോ എന്ന് കേട്ടിട്ട് അകത്തോട്ട് കയറ്റൂ. ഈ കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. അഹങ്കരിക്കരുത്. ഒന്നുകൂടെ പറയാ എല്ലാവരോടും, ഏത് നിമിഷവും താഴെ വീഴാം. ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമോ? ഇന്ന് രാത്രി കർത്താവ് വന്നാൽ പോവോ? മരണം ഇന്ന് രാത്രിയിലാണ്. യേശുവിടെ പോയിരിക്കുമോ? ആരാണ് യേശുവിൻ്റെ വരവ് എടുക്കപ്പെടുന്നത്? നാം അവനോട് മരിച്ചു എങ്കിൽ, പറഞ്ഞ ബാക്കി, അവനോട് വാഴും. അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോടെ ഏകീഭവിച്ചവരായി എങ്കിൽ അവൻ്റെ പുനരുത്ഥാന ശേഷം ഏകീഭവിക്കും. മനുഷ്യരുടെ അവനെ ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യത്തിൽ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. അവനോട് മരിക്കാൻ മനസ്സിലെയോ അവനോട് വാഴാനൊക്കില്ല. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭിപ്പാൻ മനസ്സിലെയോ പുനരുത്ഥാന ശേഷം ഏകീഭിപ്പാൻ കഴിയില്ല. മനുഷ്യരുടെ അവനെ ഏറ്റുപറയാൻ മനസ്സിലെയോ ദൂതന്മാരുടെ മധ്യ ഏറ്റുപറയില്ല. എന്താ അവനോട് മരിക്കുക? അതാണ് മാനസാന്തരം. യേശുവിടെ മരിക്കുന്നതാണ് മാനസാന്തരം. മാനസാന്തരപ്പെടണം, പാപങ്ങളെ ഏറ്റുപറയണം. യേശുവേ, അങ്ങ് കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ വെച്ച് ഇത് വിളിച്ചു പറയാനാ? അവിടുത്തെ പാപന രക്തത്താൽ എൻ്റെ പാപം കഴുകണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും ഒക്കെ ഇത് ശുദ്ധീകരിക്കും. ആ നിർമ്മൽ രക്തം നിന്നെ കഴുകും. ഒന്ന് മാനസാന്തരപ്പെടണം. അങ്ങനെ മാനസാന്തരപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. യേശു സ്വീകരിച്ച സ്നാനം അതാണ്. യോഹന്നാനാൽ യോർദാൻ നദിയിൽ യേശു സ്നാനപ്പെട്ടു. ഞാൻ യോർദാനിൽ പോയിട്ടുണ്ട്, നദിയുടെ തീരത്ത് നിന്നിട്ടുണ്ട്, മുങ്ങിയിട്ടില്ല. അവിടെ കലക്കവെള്ളമാണ്. ആ കർത്താവ് കിലോമീറ്റർ നടന്ന് സൃഷ്ടിയായവൻ, സൃഷ്ടിതാവായവൻ, സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമിട്ടു. യോഹന്നാൻ വിലക്കെ പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്ക് നമുക്ക് ഉചിതം. ഈ ഭൂമിയിൽ ആരും സ്നാനപ്പെട്ടില്ലെങ്കിലും നീ സ്നാനപ്പെടണം. യേശു സ്നാനപ്പെട്ടു. യേശുവിൻ്റെ തലയിൽ 2 തുള്ളി വെള്ളം കോരി ഒഴിക്കുകയല്ലായിരുന്നു, അവൻ നിമജ്ജിക്കപ്പെട്ടു. യേശു സ്നാനപ്പെട്ടത് നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. അവൻ വേർവാൻ്റെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വരാറായി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ ഉയർക്കാറായി. ഈ ലോക സംഭവം എല്ലാം യേശുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഒന്നുകിൽ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം. ഇതിൽ ആദ്യം ഏതെന്ന് നമുക്കറിയില്ല. എപ്പോഴാണെങ്കിലും യേശുവിൻ്റെ സന്നിധിയിൽ എത്തണം.